സന്ധ്യ കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ആ സ്ത്രീ പൂജയോട് പറയുന്നത് കേട്ടു. "പോ അസത്തെ പുറത്ത്, വൃത്തികെട്ട ജന്തു," അവൾ അട്ടഹസിച്ചു. "ഇന്നു ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും." തുടർന്ന് അവൾ ഉമ്മറവാതിൽ തുറക്കുന്ന ശബ്ദവും അയൽവാസി കേട്ടു. പിന്നെ ദീനമായ ഒരു നിലവിളിയോടെ മുറ്റത്ത് വീണ പൂച്ച നിരത്തിലൂടെ ഓടുന്നതാണ് കണ്ടത്. വാതിൽ ശക്തിയായി വലിച്ചടക്കുന്ന ഒച്ചയും. ആ പെണ്ണ് ഇനിയും വാതിൽ തുറന്ന് പുറത്തു വരുമോ എന്നറിയാൻ അയൽവാസി കുറച്ചു കാത്തു. എന്നിട്ടു വേഗം തെരുവിലേക്കിറങ്ങി. പൂച്ച അപ്പോഴേക്കും യജമാനത്തിയുടെ വീട്ടുപടിക്കൽ തന്നെ തിരിച്ചെത്തിയിരുന്നു. തനിക്കു വേണ്ടി ഇനിയും വാതിൽ തുറക്കുമെന്ന് വെറുതെ പ്രതീക്ഷിച്ച് ആ പാവം കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു. യജമാനത്തിയുടെ വീട്ടുവാതിൽക്കൽ കണ്ണും നട്ട് ദയനീയമായി കരഞ്ഞുകൊണ്ടുള്ള ആ ഇരിപ്പ് കണ്ട് നല്ലവനായ അയൽവാസിയുടെ കരളലിഞ്ഞുപോയി. അയാൾ ഓടിച്ചെന്ന് വാരിയെടുത്തു. "ഹോ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ മോനെ" എന്നു പറഞ്ഞ് വാത്സല്യപൂർവ്വം അതിനെ തലോടിക്കൊണ്ടിരുന്നു. സ്നേഹത്തിന്റെ സ്പർശനമേറ്റപ്പോൾ തന്നെ പൂച്ച കരച്ചിൽ നിർത്തി. "വാ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. നിനക്കു ഞാൻ വയറു നിറച്ചു ആഹാരം തരാം" എന്നു പറഞ്ഞ് അയാൾ പൂച്ചയുമായി തിരിച്ചു നടന്നു. വീട്ടിലെത്തി ഒരു പാത്രത്തിൽ ഭക്ഷണമെടുത്ത് പൂച്ചയുടെ മുമ്പിലേക്കു നീക്കിവെച്ചു. വളരെ ആർത്തിയോടെ അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. പാത്രം കാലിയായപ്പോൾ അയാൾ വീണ്ടും വിളമ്പിക്കൊടുത്തു. പാവം, അതും കഴിച്ചു. ആ മനുഷ്യൻ പിന്നെയും പിന്നെയും പൂച്ചയ്ക്ക് ആഹാരം കൊടുത്തു. അവസാനം വിശപ്പടങ്ങിയ ആ പൂച്ച അവിടെ വീട്ടിൽ തന്നെ സുഖമായി കിടന്നുറങ്ങി.